ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും കണ്ടുവരുന്നൊരു പ്രശ്നമാണ് അകാലനര, മുടി കൊഴിച്ചിലൊക്കെ. അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ളൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഹെയർ ഓയിലാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഹെയർ ഓയിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അത് 1 മണിക്കൂർ മുന്നേ തന്നെ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയാണ്. അതൊരു 10 എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതും വാഷ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 ചെമ്പരത്തിയുടെ പൂവും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ടത് ആര്യവേപ്പിൻ്റെ ഇലയാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറ്റാർവാഴയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറ്റാർവാഴ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അതൊരു 15 പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇടുന്നത് നെല്ലിക്കയാണ്. അപ്പോൾ ഉണക്ക നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ പച്ച ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഹെയർ ഓയിൽ തയ്യാറാക്കുന്നത്. അതിലേക്ക് ഈ അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഹെയർ ഓയിലൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ നോക്കുക. അതിനുശേഷം ബാക്കിയുള്ള വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കാച്ചിയെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 45 മണിക്കൂർ വരും. ഹൈ ഫ്ലെയിമിലേക്ക് വെക്കരുത്. ചെറിയ ഉള്ളിയൊക്കെ ചേർത്തത് കാരണം പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് കാച്ചിയെടുക്കാം. അപ്പോൾ ഉലുവൊക്കെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഉലുവയിൽ ഇരുമ്പ്, പ്രോട്ടീൻ, വിറ്റാമിൻ എ, വിറ്റാമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ളതിനാൽ മുടി കൊഴിച്ചിലും അകാലനരയൊക്കെ നന്നായിട്ട് കുറയും. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കാച്ചി എടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ചെമ്പരത്തി പൂവൊക്കെ. ഇതിലൊക്കെ വിറ്റാമിൻ സിയും കാൽസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കവും കിട്ടാൻ ഇത് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആര്യവേപ്പും അതുപോലെ തന്നെ വളരെ നല്ലതാണ് മുടിക്ക് നല്ല ബലം കിട്ടാനും ഒക്കെ ആര്യവേപ്പ് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത് എല്ലാതും മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും കട്ടിയുള്ള മുടിക്കും നമ്മൾ ഇപ്പോൾ ഇന്ന് എല്ലാവർക്കും കണ്ടുവരുന്ന ഒന്നാണ് താരന്. അപ്പോൾ അതൊന്നും ഇല്ലാതാക്കാനൊക്കെ ആയിട്ട് വളരെയധികം സഹായിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഇത് തലയോട്ടിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം കുളിക്കാനായിട്ട്. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 2 മാസം നമ്മൾ തുടർച്ചയായി തേക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുടി കൊഴിച്ചിലിനൊക്കെ വളരെയധികം ഫലപ്രദമായിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കിടന്ന എല്ലാ സാധനങ്ങളും ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം, ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആവാതെ ഒരുപാട് കാലം ഇരിക്കും. അപ്പോൾ നമ്മൾ നല്ല ഒരു കുപ്പിയിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്തൊരു ബോട്ടിൽ തന്നെ ആക്കി വെക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് കാലം നമുക്ക് കേടുകൂടാതെ തന്നെ ഇരിക്കും. അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്.
അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഹെയർ ഓയിൽ തയ്യാറാക്കി നോക്കിയിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം. അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.